മാനവർക്കെല്ലാം മഹാസന്തോഷം. ഒരു ക്രിസ്മസ് കാലം കൂടി വന്നണഞ്ഞു. എല്ലാവരും വളരെ ആഘോഷത്തിമിർപ്പിലാണ്. എന്താണ് യഥാർത്ഥ ക്രിസ്മസ് എന്ന യാഥാർത്ഥ്യം പലരും മനസ്സിലാക്കുന്നില്ല. ഒന്ന്, ആഘോഷിക്കാൻ പറ്റിയ സമയം എന്ന നിലയിൽ എല്ലാവരും തിന്നും കുടിച്ചും നക്ഷത്ര വിളക്കുകളും പുൽക്കൂടുകളും കാരൽ സർവീസുകളുമായി ക്രിസ്തുമസിനെ വരവേൽക്കുന്നു. മദ്യലോബികൾക്കും മദ്യപാനികൾക്കും വലിയ സന്തോഷം. ആളുകൾ ഏറ്റവും അധികം മദ്യപിക്കുന്നത് ഈ ദിവസങ്ങളിലാണ്. ഇതൊക്കെയാണ് ക്രിസ്മസ് എന്ന തെറ്റായ സന്ദേശം പുതിയ തലമുറയ്ക്ക് നൽകുന്നു. എന്നാൽ ആദ്യത്തെ ക്രിസ്മസ് സന്ദേശം എന്തായിരുന്നു? വിശുദ്ധ ബൈബിൾ അത് വ്യക്തമാക്കുന്നു. ഒരു കൂട്ടം ആട്ടിടയന്മാർ ആടുകളെ കാവൽ കാത്ത് വെളിയിൽ പാർക്കുമ്പോൾ ഒരു ദൂതൻ അവരുടെ അരികിൽ നിൽക്കുന്നു. സ്വർഗീയ തേജസ് അവരെ ചുറ്റിമിന്നി. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. അപ്പോൾ സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് ഏറ്റുപാടുന്നു. ക്രിസ്തുവിന്റെ തിരുപ്പിറവി നൽകുന്ന യഥാർത്ഥ സന്ദേശം ഈ വാക്കുകളിലൂടെ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഈ സന്ദേശം നമ്മുടെ ഭയം നീക്കുന്ന സന്ദേശമാണ്. പാപം നിമിത്തമാണ് മനുഷ്യരിൽ ആദ്യമായി ഭയമുണ്ടായത്. ആദം ഹൗവമാർ പാപം ചെയ്തതിനാൽ അവർ ഭയപ്പെട്ട് ദൈവത്തിൽ നിന്ന് മറഞ്ഞിരുന്നു. അന്നു മുതൽ പാപത്തിന്റെ അനന്തര ഫലമോർത്ത് ഭയപ്പെട്ട് കഴിയുന്നവരാണ് മനുഷ്യരെല്ലാം. ആ ഭയത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതും ക്രൂശിൽ യാഗമായി തീർന്നതും. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപത്തിന് പരിഹാരം വരുന്നതോടെ ഭയം നീങ്ങി മനുഷ്യർക്ക് ദൈവവുമായുള്ള സഹിത്വത്തിലേക്കും കൂട്ടായ്മയിലേക്കും വരുവാൻ കഴിയും. സന്തോഷം നൽകുന്ന സന്ദേശമാണ് ക്രിസ്മസ്. പാപത്തിന്റെ മറ്റൊരു പ്രത്യാഘാതമാണ് സന്തോഷം നഷ്ടപ്പെടുക എന്നത്. പാപത്തിൽ സന്തോഷിക്കുന്നവർക്ക് യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നതല്ല. പാപം നിത്യമായ ദുഃഖത്തിലേക്കാണ് മനുഷ്യനെ തള്ളിവിടുന്നത്. നമുക്ക് ചുറ്റുപാടും വർദ്ധിച്ചു വരുന്ന കൊള്ളയും കൊലപാതകവും അക്രമ സംഭവങ്ങളും നിമിത്തം ജീവിതകാലം മുഴുവൻ ദുരിതമനുഭവിക്കേണ്ടി വരുന്ന അനേകരുണ്ട്. അതിലുപരി പാപം നിമിത്തം അവരുടെ ആത്മാവിന് മോക്ഷം ലഭിക്കാതെ നിത്യദണ്ഡനത്തിൽ കഴിയേണ്ട ദുർവിധിയും. എന്നാൽ ക്രിസ്തുവിൽ നമ്മുടെ മരണഭയം നീങ്ങി ആത്മസന്തോഷം അനുഭവിക്കുവാൻ കഴിയും. മാത്രമല്ല, ഇത് സർവ്വജനത്തിനുമുള്ള രക്ഷാസന്ദേശമാണ്. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നത് സർവ്വജനത്തിനുമുള്ള രക്ഷാസന്ദേശമാണ്. ലോകരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിനെ മാത്രമാണ്. ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ വ്യത്യാസം കൂടാതെ ഏവർക്കുമുള്ള ഒരേ ഒരു രക്ഷിതാവ്. ദൈവം മനുഷ്യനായി മണ്ണിൽ അവതരിച്ച് മനുഷ്യവർഗത്തിന്റെ മോക്ഷത്തിനു വേണ്ടി സ്വയം ബലിയർപ്പിച്ചു. മരിച്ചടക്കപ്പെട്ടവനെങ്കിലും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. മഹത്വത്തിന്റെ മകുടം ചൂടി മഹിമയിൽ വാഴുന്ന രക്ഷിതാവ്. തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം നൽകി ഇന്നും വിരാജിക്കുന്ന രക്ഷകൻ. പാപമോചന സൗഭാഗ്യം അനുഭവിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന തന്റെ ഭക്തരെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ വീണ്ടും വരുന്ന രക്ഷിതാവ്. ഈ നല്ല രക്ഷിതാവിനെ താങ്കളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഇത് സമാധാനം നൽകുന്ന സന്ദേശമാണ്. ആർക്കാണ് സമാധാനം? ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സമാധാനം. ഈ വാക്യത്തെ ഇപ്രകാരം തിരുത്തി നമ്മൾ എല്ലാവരും കേൾക്കാറുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വിരുദ്ധമായ ഒരു പ്രയോഗമാണത്. സന്മനസ്സുള്ളവർ പലരും ഉണ്ടായിരിക്കും, പക്ഷേ അനേകർക്കും യഥാർത്ഥ സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. എങ്ങനെയാണ് ഒരുവനിൽ ദൈവം പ്രസാദിക്കുന്നത്? പാപത്തിൽ നിബന്ധിച്ച് പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിക്കുന്ന മനുഷ്യരിൽ ദൈവം പ്രസാദിക്കുകയോ? ഒരിക്കലുമില്ല. എന്നാൽ തങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്ന ദൈവപുത്രനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുന്നു. അങ്ങനെ ദൈവം അവരിൽ പ്രസാദിക്കുന്നു. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയരെ, ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയുണ്ടായി, ഞങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികൾ ചെയ്യേണ്ടതിന് എന്ത് ചെയ്യണം?
അതിന് മറുപടിയായി കർത്താവ് പറഞ്ഞത്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. അതെ, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. പിതാവാം ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മനുഷ്യവർഗത്തിന് പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നു. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ പാപങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയും അവർ ദൈവമക്കളായി തീരുകയും ചെയ്യും. അങ്ങനെയുള്ളവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്നവർക്കൊരിക്കലും സമാധാനമുണ്ടാകുകയില്ല. യേശു കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കോ നൽകുവാൻ കഴിയാത്ത യഥാർത്ഥ സമാധാനം ക്രിസ്തുവിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നു. അർത്ഥമില്ലാത്ത ആചാര അനുഷ്ഠാനങ്ങളിലോ ആർഭാടപൂർവമായ ആഘോഷങ്ങളിലോ അല്ല. ക്രിസ്തു ഹൃദയങ്ങളിൽ ജനിക്കുന്നതിലൂടെ നമ്മിൽ വരുന്ന ആത്മീയ പരിവർത്തനമാണ് നമുക്കിന്ന് ആവശ്യം. കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ലൗകിക ജനനത്തെ കുറിച്ച് മാത്രം മനസ്സിലാക്കിയിരുന്ന നിക്കോദിമോസിന് ഇത് മനസ്സിലായില്ല. യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആത്മീയ ജനനത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ ഇത് സംഭവിക്കുന്നു. യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ക്രിസ്മസ് നൽകുന്ന യഥാർത്ഥ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിലുള്ള സ്വർഗീയ സമാധാനം അനുഭവിക്കുവാൻ ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം ആരംഭിക്കുന്നതിലൂടെ പുതുവർഷം താങ്കൾക്ക് അനുഗ്രഹ സമ്പൂർണമായി തീരട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ആഘോഷപൂർവമായി ആർഭാടപൂർവമായി അനേകർ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ യഥാർത്ഥമായി ക്രിസ്തു ഹൃദയത്തിൽ ജനിക്കുന്നതിലൂടെയുള്ള ആത്മസന്തോഷം അനുഭവിക്കുവാൻ, സ്വർഗീയ സമാധാനം അനുഭവിക്കുവാൻ ഞങ്ങളുടെ പ്രിയ കേൾവിക്കാർക്ക് എല്ലാവർക്കും കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.